ഇവിടെ സാർ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഇനി ബാങ്കിങ് രംഗത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിൽ ചെറിയ ഉദാഹരണം നേരത്തെ നന്ദു ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് കൊടുക്കാനുള്ള തീരുമാനം, ഒപ്പം തന്നെ ഡിജിറ്റൽ രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ, ചെറുകിട സംരംഭകരെ പിന്തുണയ്ക്കുന്ന മുദ്രാ വായ്പകളുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തി. അങ്ങനെ ഈ സാധാരണക്കാരെ ആകർഷിക്കുന്ന ഒട്ടനവധി മാറ്റങ്ങൾ ഈ ഡിജിറ്റൽ മേഖലയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്രോ രംഗത്തായാലും ശരി മൈക്രോ രംഗത്തായാലും ശരി ഒരേപോലെയുള്ള മുന്നേറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാരിന്റെ ഒരു വലിയ പൊളിറ്റിക്കൽ അഡ്വൈസറി ആയിട്ടുള്ള, സത്യത്തില് ഈ സർക്കാർ വന്നതിന് ശേഷം 100-ലധികം ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാളാണ് മുൻ ധനകാര്യമന്ത്രി ചിദംബരം. അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾ എന്താണ് കാണുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ചും 2ാം UPA കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഫിസ്ക്കൽ മാനേജ്മെന്റ്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെയും ഡെറ്റിന്റെയും ഇതിന്റെ രണ്ടിന്റെയും മാനേജ്മെന്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ സർക്കാരിന് ഏറ്റവും അധികം ഞാൻ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് 2 കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്തു എന്നുള്ളൊരു വാക്ക് ചിദംബരത്തെ പോലെയുള്ള ഒരാൾ തന്നെ പറയണമെങ്കിൽ അത് എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് അതിലുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് നേടിയിരിക്കുന്ന മുന്നേറ്റം എത്രയാണെന്നുള്ളത് വ്യക്തമാണ്. ഇനി നമ്മൾ മൈക്രോ രംഗത്തേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോ ഈ എക്കണോമി 3ാം സ്ഥാനത്തെത്തി അല്ലെങ്കിൽ 4ാം സ്ഥാനത്തെത്തി ഒക്കെ പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന, അതുകൊണ്ട് സാധാരണക്കാരന് എന്ത് നേട്ടം എന്നുള്ള ഒരു മറുവാദം എപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. അതേസമയം കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഏറ്റവും അവസാനം ലോകബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ദാരിദ്ര്യം ഏകദേശം 27% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്നത് 5% ചുരുക്കാൻ കഴിഞ്ഞ ഈ ഒരു പീരീഡ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഒട്ടും തന്നെ അവഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വളരെ വലിയൊരു മുന്നേറ്റമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്രയശേഷി തുല്യതയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈ ക്രയശേഷി തുല്യത അഥവാ പർച്ചേസിംഗ് പവർ പാരിറ്റി, ആ ഒരു ആസ്പെക്ട് എടുത്തിട്ട് മണി വാല്യൂയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് 2.15 ആയിരുന്നു നേരത്തെ പോവർട്ടി ലൈനിന് വേണ്ട ഇൻകം എന്നുള്ളത് $3 ആക്കിയിട്ട് റിവൈസ് ചെയ്തിട്ട് പോലും ഈ 5% എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, 27% നിന്നും 5% എത്തിക്കാൻ കഴിഞ്ഞു. അതായത് 4/1 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് ഇന്ന് 20% മാത്രമായിട്ട് ചുരുങ്ങി. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അത് അടുത്ത ഏതാനും കൊല്ലം കൊണ്ട് കഴിയും എന്നുള്ളത് വളരെ വലിയ ഒരു മാറ്റമാണ്. അപ്പോൾ മാക്രോ രംഗത്തായാലും മൈക്രോ രംഗത്തായാലും അത് കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തത്, നമ്മുടെ പഴയ രാഷ്ട്രപതി സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പഠിപ്പിച്ച അബ്ദുൽ കലാം, അദ്ദേഹം 94 പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഡിഫൻസിന്റെ പ്രൊക്യൂർമെന്റ് 30% മാത്രമേ ആഭ്യന്തരമായിട്ടുള്ളൂ, 70% നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണ്. അടുത്തൊരു 30 വർഷം കൊണ്ട് നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അത് നാരായണൻ സാർ ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായി. കൃത്യമായി ആ 1994 എന്നുള്ളത് 2024 30 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് നമ്മുടെ ഇറക്കുമതിയുടെ കോമ്പണന്റ് 30%, ആഭ്യന്തര ഉൽപാദനത്തിന്റെ കോമ്പണന്റ് 70%. അതായത് അദ്ദേഹത്തിന്റെ ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ ബാങ്കിങ് രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. എന്താണ് കാരണം? ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് ഈ ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത്. 2004 മുതൽ 14 വരെയുള്ള UPA ഭരണകാലത്ത് നമുക്കറിയാം, ഒരു ഭാഗത്ത് കുംഭകോണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നെങ്കിൽ മറുഭാഗത്ത് ബാങ്കിങ് രംഗത്തിനെ എങ്ങനെയാണ് മിസ്മാനേജ് ചെയ്തത്. ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് വിജയ് മല്യ ബ്രിട്ടീഷ് കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ ഉന്നത തലത്തിലുള്ള മന്ത്രിസഭയിൽ തന്നെ ഉള്ള ആൾക്കാരുടെ അറിവോടുകൂടിയാണ് എന്റെ ലോണ് എനിക്ക് സാങ്ഷൻ ചെയ്തത്. അതായത് ഫോൺ ബാങ്കിങ് എന്ന് പരിഹസിച്ച് പറഞ്ഞിരുന്നു. ഒരു ഫോൺ വിളിക്കുക, ഇവിടെ ഇന്നത്തെ ഫോൺ ബാങ്കിങ് ആയിരുന്നില്ല അന്നത്തെ ഫോൺ ബാങ്കിങ്, ഫോൺ വിളിച്ച് ലോൺ സാങ്ഷൻ ചെയ്യുന്ന ആ ഒരു ദുരവസ്ഥയായിരുന്നു അത് പറഞ്ഞിരുന്നത്. അതിന്റെ ഫലം എന്തായിരുന്നു? നമുക്കറിയാം, രഘുരാം രാജൻ RBI ഗവർണർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇതിന്റെ പൊതുവെയുള്ള ബാങ്കിങ് സിസ്റ്റത്തിന്റെ പൊസിഷൻ വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം ഒരു അസറ്റ് ക്വാളിറ്റി റിവ്യൂ എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവരികയുണ്ടായി. എന്നാണ് ഈ അസറ്റ് ക്വാളിറ്റി റിവ്യൂ? ബാങ്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത ലോണ് എത്രത്തോളം ഭദ്രമാണ് എന്നുള്ളതാണ്.
അതില് വളരെയധികം സംശയങ്ങൾ വന്നപ്പോ അപ്പോഴും തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും തന്നെ കുറെ NPA പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ മൂടി വെച്ചത് കുറെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വെളിവാക്കപ്പെട്ടു. അപ്പോ അവിടെ ഒരു ശുദ്ധികലശം നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. ഇല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം മൊത്തം കൊലാപ്സ് ആവും, അത് എക്കണോമിയെയും കൊലാപ്സ് ആക്കും. നമ്മൾ 2008 ലോക സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇന്ത്യയിലേക്കും വരാനുള്ള ഒരു സാധ്യതയായിരുന്നു അവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അസറ്റ് ക്വാളിറ്റി റിവ്യൂ വ്യക്തമായിട്ട് നടപ്പാക്കുകയും ബാങ്കുകളുടെ യഥാർത്ഥ NPA പൊസിഷൻ പുറത്തു വരികയും അതിന്റെ ഭീമാവസ്ഥ മനസ്സിലാവുകയും ചെയ്തു. ഇത് കാരണം ഈ PCA എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പല ബാങ്കുകളെയും, അതായത് അവർക്ക് ഫർദർ ലോൺ കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇനി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടി വന്നു. ആ സമയത്ത് ബാങ്കുകളുടെ മൊത്തം നഷ്ടം ഏകദേശം 86,000 കോടിയായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൊത്തം നഷ്ടം. ഈ ഫിഗർ 2016-17 ഉണ്ടായിരുന്ന ഫിഗർ ഏറ്റവും ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 1,84,00,000 ലാഭമാണ് നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ടേൺ അറൗണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാകും. 86,000 കോടി ടോട്ടൽ ലോസ് ഫോർ ദ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നുള്ളത്. ടോട്ടൽ പ്രോഫിറ്റ് 1,84,000 crores. ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു ഇൻസൈഡർ എന്നുള്ള എനിക്ക് അതിലേക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ 2 കോൺക്ലേവുകൾ വിളിച്ചു കൂട്ടി. ആ കോൺക്ലേവുകളിൽ റിസർവ് ബാങ്കും അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഒക്കെ പങ്കെടുത്തിരുന്നു. ആദ്യത്തെ കോൺക്ലേവ് നടന്നത് ഗുർഗാവണിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു. രണ്ടാമത്തെ കോൺക്ലേവ് നടന്നത് അടുത്ത വർഷം 2015 പൂനെയിൽ വെച്ചിട്ടായിരുന്നു. ഈ 2 കോൺക്ലേവിലും ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് ബാങ്കിങ് സെക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു അഷ്വറൻസും അവരോട് ചോദിച്ചിരുന്ന പകരമുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അഷ്വറൻസ്? നിങ്ങളുടെ ഒരു ഇന്റേണൽ പ്രോസസ്സിലും ഞങ്ങൾ ഇടപെടുകയില്ല, നിങ്ങളെ പ്രൊഫഷണലായിട്ട് അത് റൺ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തരും, ഞങ്ങളിൽ നിന്ന് ഒരു കാര്യത്തെ പറ്റിയും ഒരു ഇന്റർവെൻഷനും ഉണ്ടാവുകയില്ല. ഇതാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിന് തരാനുള്ള ഉറപ്പ്. അതേസമയം നിങ്ങളിൽ നിന്നും പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം എല്ലാ കാര്യത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവരുടെ മുന്നിൽ വെച്ചു. ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ 11 വർഷം നടന്നതിന്റെ ഫലമായിട്ടാണ് ഈ 86,000 കോടിയുടെ നെറ്റ് ലോസ്, ടോട്ടൽ ലോസിൽ നിന്നും 1,84,000 കോടിയുടെ ടോട്ടൽ പ്രോഫിറ്റിലേക്ക് ഇന്ത്യൻ ബാങ്കിങ് ശരി, അരുൺ